ഹലോ ഹായ് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. വീണ്ടും ഒരു തേൻ സീസൺ ഇപ്പോൾ എത്തിയിട്ടുണ്ട്. നിങ്ങളുടെ എല്ലാ ആടുകളും ഇതേ കണക്ക് തേൻ കൊണ്ടിപ്പോൾ തേനീച്ച നിറച്ചിട്ടുണ്ടായിരിക്കും. ഇപ്പോൾ ഈ അവസരം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. റാണിസിലുണ്ടോ എന്ന് നോക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത്. ഇപ്പോൾ എൻ്റെ കയ്യിരിക്കുന്നതാണ് റാണിസിന് അടിയിൽ ബൾബ് കണക്ക് തൂങ്ങിക്കിടക്കുന്നതാണ് റാണിസെല്ല്. ഇത് എല്ലാ ആടുകളുടെയും അടിഭാഗത്തായിട്ടായിരിക്കും മിക്കുള്ളപ്പോഴും ഉണ്ടാകുന്നത്. ഞാൻ നല്ല രീതിയിൽ കാണിച്ചു തരാം. ഇപ്പോൾ നിങ്ങൾ കാണുന്ന കണക്ക് ഇതിൻ്റെ അടിഭാഗത്ത് ഫുള്ള് ഇത് കണക്ക് ബൾബ് കണക്ക് തൂങ്ങിക്കിടപ്പുണ്ട്. ഇതെല്ലാം റാണിയുടെ സെല്ലുകളാണ്. ഇത് കൃത്യമായി ഇടവേളയെ നശിപ്പിച്ചില്ലെങ്കിൽ ഇത് വിരിഞ്ഞിറങ്ങുകയും നമ്മുടെ കൂട്ടിൽ നിന്ന് നല്ലൊരു പറ്റം നല്ല തേനീച്ചകളെ കൊണ്ട് അത് പറന്നു പോവുകയും ചെയ്യും. ഇത് നമ്മുടെ തേനീച്ചയുടെ കോളനിയിലുള്ള ശക്തി കുറയ്ക്കുകയും തേൻ ഉൽപ്പാദനം കാര്യമായ രീതിയിൽ കുറയ്ക്കുകയും ചെയ്യും. അതുകൊണ്ട് നല്ല തേൻ കിട്ടുന്ന അവസരങ്ങളെല്ലാം നിങ്ങൾ ഇതിനൊക്കെ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും അടിപ്പലകയിൽ നിന്ന് എല്ലാ സെല്ലും ഇതിനൊക്കെ എടുത്ത് നോക്കണം. അതിൻ്റെ അടിയിലല്ല ഇതിനൊക്കെ റാണിയുടെ സെല്ല് കാണുന്നത്. നിങ്ങൾ അപ്പോൾ തന്നെ ഇത് നശിപ്പിച്ച് കളയണം. നശിപ്പിക്കാൻ വളരെ എളുപ്പമാണ്. കത്തി വെച്ചൊന്ന് കട്ട് ചെയ്യുക അല്ലെങ്കിൽ ഒന്ന് അമർത്തി കൊടുത്താൽ മതി. പിന്നീട് അത് വിരിഞ്ഞിറങ്ങില്ല. ഇങ്ങനെ ചെയ്യുമ്പോൾ ഇതിൻ്റെ അകത്താണ് ഏറ്റവും വില കൂടിയ ഒരു സാധനം ഉള്ളത്. അതാണ് റോയൽ ജെല്ലി. അത് ഈ കപ്പുകളുടെ എല്ലാ അകത്ത് റോയൽ ജെല്ലി കാണും. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അതിൽ നിന്ന് റോയൽ ജെല്ലി എടുക്കാവുന്നതാണ്. പുഴുവിനെ മാറ്റിയ ശേഷം നമുക്ക് അതിൽ നിന്ന് റോയൽ ജെല്ലി കിട്ടും. ഇതിനൊക്കെ കപ്പുകളെല്ലാം ഇതിനൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് അതിൻ്റെ അകത്ത് റോയൽ ജെല്ലി ഉണ്ടായിരിക്കുന്നത്. ഇത് നല്ല ശക്തമായ കൂട്ടുകളിലും അതിനൊക്കെ തന്നെ തേൻ ഉൽപ്പാദനം കൂടുന്ന അവസരങ്ങളിലാണ് ഇതിനൊക്കെ റാണീച്ചയുടെ സെല്ലുണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങൾ കാണുന്ന മാത്രം തന്നെ അത് കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി. ഇത് കണക്കാണ് എൻ്റെ ഇതിരിക്കുന്നത്, റാണിയുടെ സെല്ലിരിക്കുന്നത്. നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ അത് തിരിച്ചറിയാൻ പറ്റും. നല്ല വലിപ്പത്തിൽ തൂങ്ങിയാണ് കിടക്കുന്നത്. അതപ്പോൾ തന്നെ കട്ട് ചെയ്ത് കളഞ്ഞ് ഒന്ന് അമർത്തി കൊടുത്താൽ മാത്രം മതി. അങ്ങനെ നമുക്ക് റാണീച്ചയുടെ സെല്ലുകൾ നശിപ്പിച്ചെടുക്കാൻ പറ്റും. അങ്ങനെ ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ തേൻ ഉൽപ്പാദനം കാര്യമായി കുറയുകയും നിങ്ങളുടെ കൂട്ടിൽ തേനീച്ചയുടെ എണ്ണം കുറയുകയും ചെയ്യും. അപ്പം ഈ കാര്യം നിങ്ങൾ പ്രത്യേകം എപ്പോഴും ശ്രദ്ധിച്ചിരിക്കണം. തേൻ എടുക്കുന്ന സമയങ്ങളിലും അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഇതിനൊക്കെ അടിഭാഗത്തുള്ള എല്ലാ അടകളും ഇതിനൊന്ന് പൊക്കി നോക്കണം. അപ്പോൾ അപ്പോൾ കാണുന്ന ഇതിനൊക്കെ റാണി സെല്ലുണ്ടെങ്കിൽ അപ്പോൾ തന്നെ അതിനെ നശിപ്പിച്ച് കളയിരിക്കണം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യുക, അതിനൊക്കെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.